ഒരു കാട്ടുകള്ളൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഈ നാട് ഭരിച്ചു മുമ്പോട്ട് പോകുമ്പോ അഴിമതിക്ക് കുടുംബത്തെ ഉപയോഗിച്ച് മക്കൾക്കും മകൾക്കും അതോടൊപ്പം മകനും മകന്റെ ഭാര്യയുടെ അച്ഛനുമെല്ലാം എല്ലാം അഴിമതിയുടെ നടത്തിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ, ഈ രാജ്യത്തെ ജനാധിപത്യ ബോധ്യത്തെ തകർക്കാൻ, ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെയും നരേന്ദ്രമോദിയുടെയും രാഷ്ട്രീയത്തെ നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനായ MC അതുൽ, ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരള വിദ്യാർത്ഥി യൂണിയനെ കേരളക്കരയാകെ സമരോത്സവമായി നയിച്ച കേരളത്തിന്റെ യുവജന നായകൻ, സമരനായകനായി ദേശീയ NSU പ്രസ്ഥാന സെക്രട്ടറിയായ പ്രിയപ്പെട്ട സഹോദരൻ KM അഭിജിത്ത്, സംസ്ഥാന KSU കമ്മിറ്റിയുടെ പ്രിയങ്കരനായ ഉപാധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ മുഹമ്മദ് ഷമ്മാസ്, KPCCയുടെ മെമ്പർ പ്രിയങ്കരനായ ശ്രീ മുഹമ്മദ് ബ്രാത്തൂർ, KSUവിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ, ഈ ജില്ലകളെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട സനോജ് ഗുരുവട്ടൂർ, 12-ാം തീയതി ഇരിട്ടിയിൽ അത്യുജ്വലമായ ഷുഹൈബിന്റെ അനുസ്മരണ സമ്മേളനം നേതൃത്വം കൊടുക്കാൻ മുന്നോട്ടു പോകുന്ന പ്രിയങ്കരനായ സഹപ്രവർത്തകൻ വിജിൽ മോഹൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുരേഷ് മാവില, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ഏറെ പ്രിയങ്കരനായ ഫർസിൻ മജീദ്, പ്രിയപ്പെട്ട KSUവിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാർ, ശ്രീ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KSU ഭാരവാഹികൾ ആകാശ് ഭാസ്കർ, ആദർശ് മാങ്ങാട്ടിണം, ബ്ലോക്ക് പ്രസിഡന്റുമാർ നിഹാൽ ഉൾപ്പെടെയുള്ള ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് KSU കമ്മിറ്റി പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ടവരെ, ദീർഘമായി സംസാരിക്കുന്നില്ല. ഫെബ്രുവരി 12 നമ്മുടെ എല്ലാം മനസ്സിനകത്തെ ഒരു വികാരമാണ്. ആ ഫെബ്രുവരി 12 എന്ന ദിവസം കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിനകത്ത് ഒരാൾക്ക് പോലും ഉറക്കമില്ലാത്ത ദിനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളേറെ സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ടവൻ ഷുഹൈബ്, ആ ഷുഹൈബിനെ CPMന്റെ കാബാലിക്കൂട്ടം കൊന്നവസാനിപ്പിച്ചിട്ട് 6 വർഷം പൂർത്തിയാവുകയാണ്. ആ ഫെബ്രുവരി 12-ാം തീയതി ഇരിട്ടിയിൽ നടക്കുന്ന അത്യുജ്വലമായ മഹാ അനുസ്മരണ സമ്മേളനം ഷുഹൈബ് കൊല്ലപ്പെട്ടതിനു ശേഷം മട്ടന്നൂരിൽ 3 വർഷക്കാലം കൂത്തുപറമ്പിലുമെല്ലാം നമ്മൾ ഷുഹൈബിന്റെ ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ട് നടത്തിയിട്ടുള്ള അത്യുജ്വലമായ രൂപത്തിലുള്ള സമരങ്ങളും അതോടൊപ്പം തന്നെ റാലികളും അനുസ്മരണങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിനകത്ത് ഇന്നും ഉണ്ട്. ഷുഹൈബ് ഈ നാടിനു വേണ്ടി കേവലം ഇടയന്നൂരിൽ മാത്രമല്ല ഈ നാടിലെമ്പാടും ഈ പ്രസ്ഥാനത്തിന്റെ മൂവർണ്ണക്കൊടി പാറിപ്പറപ്പിക്കുന്നതിനു വേണ്ടി, KSUവിന്റെ ദിവശികാങ്കിതമായ നീലപ്പൻ പതാക പാറിപ്പറപ്പിക്കുന്നതിനു വേണ്ടി KSUക്കാർക്ക് സംരക്ഷണ കവചം തീർത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകനാണ്. എടയന്നൂരിന്റെ മണ്ണിൽ CPMന്റെ അക്രമ രാഷ്ട്രീയത്തെ എതിർത്തു എന്നതിന്റെ പേരിലാണ്, KSUക്കാരന് സംരക്ഷണ കവചം ഒരുക്കി എന്നതിന്റെ പേരിലാണ് ആ ഷുഹൈബിനെ CPMന്റെ കൊലയാളി സംഘം 41 വെട്ടി കൊന്നവസാനിപ്പിച്ചത്. ആ കൊന്നവസാനിപ്പിച്ചപ്പോ CPM കരുതി, എന്താണ് ഇനി ഷുഹൈബ് എന്ന് പറയുന്ന സഹപ്രവർത്തകനെ കൊന്നാൽ ഇനി KSU ഉണ്ടാവില്ല, യൂത്ത് കോൺഗ്രസ് ഉണ്ടാവില്ല എന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഒറ്റക്കയ്യൻ ജയരാജൻ ഉൾപ്പെടെയുള്ള CPMന്റെ കാപാലികന്മാരുടെ മുമ്പിൽ പ്രിയപ്പെട്ട ഷുഹൈബിനെ കൊന്നവസാനിപ്പിച്ച ശേഷവും ആയിരക്കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ ഷുഹൈബ് മരിച്ചിട്ടില്ല എന്ന മുദ്രാവാക്യം വിളിച്ച് ഈ തിരിവിലൂടെ മുന്നോട്ട് പോകുമ്പോ ആ ഷുഹൈബിന്റെ രക്തസാക്ഷിത്വം ആ രക്തസാക്ഷിത്വം ഉജ്ജ്വലമായി ഈ നാടാചരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ആ രക്തസാക്ഷിത്വം വൃഥാവിലായിട്ടില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് കൊല്ലാം, പക്ഷെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല. ഷുഹൈബിന്റെ പോരാട്ടത്തെ, ഷുഹൈബിന്റെ സമരത്തെ, ഷുഹൈബിന്റെ ചെറുതേൽപ്പിനെ നിങ്ങൾ തോൽപ്പിച്ചിരിക്കാം. പക്ഷേ ആ ഷുഹൈബിന്റെ പോരാട്ട വീര്യം നെഞ്ചേറ്റി വന്നവരാണ് ഈ കണ്ണൂരിലെ വളർന്നു വരുന്ന KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സഹപ്രവർത്തകരെന്ന് 6 വർഷക്കാലവും നമ്മൾ തെളിയിച്ച് മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവന്റെ ആ ഓർമ്മകളെ നെഞ്ചേറ്റുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതായി. കാരണം കൂടെ നടന്നവനും രാവും പകലും എന്നതുപോലെ പോലെ ഒരു തണലായി എന്നും കൂടെ നടന്ന സഹപ്രവർത്തകനായിരുന്നു പ്രിയപ്പെട്ട ഷുഹൈബ്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് പ്രസിഡന്റായിരിക്കുമ്പോ എന്റെ മണ്ഡലം പ്രസിഡന്റായും ബ്ലോക്ക് സെക്രട്ടറിയായും
എന്നോടൊപ്പം സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തകന്റെ ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളെന്ന നിലയിൽ പ്രിയപ്പെട്ടവന്റെ ഓർമ്മകൾ എന്നും ഒരു വികാരവും അതോടൊപ്പം വേദനയുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 6 വർഷക്കാലം കഴിയുമ്പോഴും ഷുഹൈബിന്റെ നിയമത്തിൽ ആ പോരാട്ടം, ഷുഹൈബിന്റെ കൊലയാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള പോരാട്ടങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നു. ഷുഹൈബിന് ശേഷം നമുക്കറിയാം ശരത്ലാലും കൃപേഷുമെല്ലാം പ്രിയപ്പെട്ടവരെയും ഇതുപോലെയാണ് CPM-ന്റെ കാപാലികന്മാർ കൊന്നവസാനിപ്പിച്ചത്. പക്ഷേ നമുക്കറിയാം ആ കൊന്നവസാനിപ്പിച്ച കൊലയാളികളെല്ലാം ഇന്ന് നമ്മുടെ നാട്ടിനകത്ത് ഇറങ്ങി നടക്കുകയാണ്. ഷുഹൈബിനെ കൊന്ന കൊലയാളി, ആ മനുഷ്യമൃഗം 41 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ആകാശ് തിലങ്കേരി എന്ന് പറയുന്ന ആ മനുഷ്യമൃഗത്തെ സെലിബ്രിറ്റിയെ പോലെ ഈ നാട്ടിനകത്ത് നിന്ന് ആവേശത്തോടെ സ്വീകരിക്കുന്നത് നമ്മൾ കാണാം. അയാളുടെ എല്ലാ ചടങ്ങുകളും അയാൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ആ ക്രിമിനൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അഭിജിത്ത് പറഞ്ഞതുപോലെ RSSകാരനെ കൊന്നാൽ ആ കൊന്ന കൊലയാളികൾക്ക് വധശിക്ഷ കൊടുക്കാനുള്ള തീരുമാനമെടുക്കുന്ന ഗവൺമെന്റാണ് ഇവിടെയുള്ള CPM-ന്റെ ഗവൺമെന്റ് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ 6 വർഷം പൂർത്തിയായിട്ടും ഷുഹൈബിന്റെ കൊലയാളികൾ ഇന്ന് നാട്ടിലൂടെ നടക്കുമ്പോൾ CPM-കാരായതുകൊണ്ട് നമുക്കറിയാൻ സാധിക്കും ആ കൊലയാളികളെ നിയമത്തിന്റെ പടിയിൽ നിന്ന് രക്ഷിക്കാൻ സർവ്വതും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി നമ്മൾ കണ്ടു. ഈ നാട് ഞാനും നിങ്ങൾ കൊടുത്ത് നികുതി പണം ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലന്മാരെ കൊണ്ടുവന്ന് കോടാനുകോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കാൻ ശ്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. പക്ഷേ ആ കേസ് അവസാനം വരെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രിയങ്കരനായ KPCC അധ്യക്ഷൻ ശ്രീ കെ സുധാകരനും അതിശക്തമായി മുമ്പോട്ട് പോകുന്നു എന്നെ സംബന്ധിച്ച് ഒരു തർക്കവും വേണ്ട. അത് നിയമത്തിന് മുമ്പിലാണ്. സുപ്രീം കോടതി വരെ പോയി ആ നിയമത്തിന്റെ മുമ്പിൽ മുന്നോട്ട് പോയി പ്രിയപ്പെട്ടവരെ കൊന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടാനുള്ള പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഷുഹൈബിന്റെ ആ രക്തസാക്ഷിത്വം ഈ നമ്മുടെ മുമ്പിൽ ആ വികാരവും ആ വേദനയും നമ്മളെ നെഞ്ചേറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോ ഈ നാട്ടിനകത്ത് ഇടതുപക്ഷവും പിണറായി വിജയനും നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിക്കും കൊള്ളക്കുമെതിരെയുള്ള വലിയ പോരാട്ടങ്ങളുമായി നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കുടുംബടക്കം തക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു കാട്ടുകള്ളൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഈ നാട് ഭരിച്ച് മുമ്പോട്ട് പോകുമ്പോ അഴിമതിക്ക് കുടുംബത്തെ ഉപയോഗിച്ച് മക്കൾക്കും മകൾക്കും അതോടൊപ്പം മകനും മകന്റെ ഭാര്യയുടെ അച്ഛനുമെല്ലാം എല്ലാം അഴിമതിയുടെ നടത്തിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ, ഈ രാജ്യത്തെ ജനാധിപത്യ ബോധ്യത്തെ തകർക്കാൻ, ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെയും നരേന്ദ്രമോദിയുടെയും രാഷ്ട്രീയത്തെ നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരായി രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് മതനിരപേക്ഷത ജീവിക്കണമോ മരിക്കണമോ എന്ന ചോദ്യത്തിന് മുമ്പിലാണ്. ഇന്ത്യയുടെ ജനാധിപത്യം ജീവിക്കണമോ മരിക്കണമോ എന്ന ചോദ്യത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ ചേർത്ത് പിടിക്കാൻ, ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കാണാൻ നമുക്ക് സാധിക്കണം. രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരു മതത്തിന്റെ ആരാധന നടത്താൻ ഒരു ഉളുപ്പുമില്ലാതെ യജമാന വേഷം കെട്ടി മുമ്പോട്ട് പോകുന്നത് നമ്മൾ കാണുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന കൊടുത്തിട്ടുള്ള അവകാശം, ആ അവകാശം മതനിരപേക്ഷതയാണ്. ആ മതനിരപേക്ഷതയെ തകർത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള നാടാണ്. അതുകൊണ്ട് ഭരണഘടന അസംബ്ലിക്കകത്ത് തീരുമാനമെടുത്തു. എന്താണ്? ചില ആളുകൾ പറഞ്ഞു, ഏതെങ്കിലും ഹിന്ദു ദൈവത്തിന്റെ പേരിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന അറിയപ്പെടണമെന്ന് തീരുമാനിച്ചപ്പോ 70% വരുന്ന ഹിന്ദുക്കളുള്ള ആ ഭരണഘടന അസംബ്ലി വോട്ടിലിട്ട് പാസാക്കിയപ്പോ അവരെടുത്ത തീരുമാനമാണ് ഹിന്ദു മതത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരിലുള്ള ദൈവങ്ങളെ വെച്ചുകൊണ്ടല്ല ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങേണ്ടത്. ഈ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന എഴുതിച്ചേർക്കേണ്ടത് തീരുമാനിച്ച നാട്ടിൽ നിന്നാണ്. ഈ രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി അയോധ്യയിൽ പോയി രാമക്ഷേത്രത്തിനകത്ത് കയറി രാമന്റെ പ്രതിഷ്ഠ നടത്തുമ്പോ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയോട് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത നരേന്ദ്രമോദി നടത്തിയ ഭരണഘടന ലംഘനമാണ് എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തെ ഇകണ്ടനെ തീർക്കാൻ ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും വേർതിരിച്ച് മുന്നോട്ട് പോകാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ അതിനെ ചെറുത്തോൽപ്പിക്കാൻ ഉത്തരവാദപ്പെട്ട ഏക സംഘടന അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് തിരിച്ചറിയാൻ ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് മുക്ത ഭാരതം, BJP കേരളത്തിനകത്ത് കോൺഗ്രസ് മുക്ത കേരളം, ഇവർ രണ്ടുപേരും ഇത് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ പിണറായി വിജയനും കരം പിടിച്ച് മുമ്പോട്ട് പോകുമ്പോ അവിടെ ലക്ഷ്യം BJP വന്നാലും കോൺഗ്രസ് തകരണമെന്നാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ കേരളത്തിന് മണ്ണിലുണ്ട്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തി BJPക്ക്
എംപിമാരെ വിജയിപ്പിച്ചു കൊടുക്കാനുള്ള തീരുമാനമാണ്. കാരണം നരേന്ദ്രമോദിയുടെ കരങ്ങളിലാണ് പിണറായി വിജയന്റെ ഭാവി എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇന്നലെ നിയമസഭയിൽ പോലും കേന്ദ്രത്തിനെതിരായി പ്രമേയം പാസാക്കുമ്പോൾ മുഖ്യമന്ത്രി വരാത്തതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഈ നാടിന്റെ ജനം തിരിച്ചറിയണം. പിണറായി വിജയന്റെ ഏറ്റവും വലിയ RSS വിധേയത്വം നരേന്ദ്രമോദി വിധേയത്വമാണ് ഈ നാട്ടിന്റെ മുമ്പിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഒന്നു ചേരുമ്പോ മതനിരപേക്ഷ കേരളത്തിനകത്ത് BJPക്ക് ഒരു സ്പേസ് കൊടുക്കാൻ ഇവർ മുന്നോട്ട് പോകാനുള്ള ശ്രമം തിരിച്ചറിയാൻ മതനിരപേക്ഷവാദികളായ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തയ്യാറാവണമെന്ന് മാത്രം ഈ വഴിയിൽ പറഞ്ഞു വെച്ചുകൊണ്ട് ഈ നാട്ടിനകത്ത് ഞാൻ പറഞ്ഞു വെച്ചതുപോലെ പ്രിയപ്പെട്ട ഷുഹൈബ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവൻ, നമ്മുടെ പോരാളി, നമ്മുടെ മുന്നിൽ നിന്നും പിന്നിൽ നയിച്ച ഈ നാടിനകത്ത് ഒരു ഏറ്റവും ഉജ്ജ്വലനായ പോരാളിയായി മുന്നോട്ട് വന്ന പ്രിയപ്പെട്ടവന്റെ ഓർമ്മകൾ ഒരു കാലവശാലും ഈ നാട് അവസാനിക്കുന്നത് അല്ലാതെ അവസാനിക്കില്ല. പ്രിയപ്പെട്ടവന്റെ ഓർമ്മകളെ നെഞ്ചേറ്റിക്കൊണ്ട് പ്രിയപ്പെട്ടവന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.